ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ഇപ്രകാരമായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 49-ാമത്തെ അധ്യായം വരെ കഴിഞ്ഞ 323 എപ്പിസോഡുകളിലായിട്ട് അല്പമായി ചിന്തിക്കുവാൻ കർത്താവ് നമ്മളോട് പറയുന്ന ധ്യാന ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ അത് ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കംപ്ലീറ്റ് പഠനമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വാക്യങ്ങളിലൂടെ കർത്താവ് ഇന്നത്തെ ഈ അവസരത്തിൽ നമ്മോട് ആ വാക്യങ്ങളിലൂടെ എന്താണ് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. ദൈവത്തിന് ആയിരം സ്തുതി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അവസാനത്തെ അധ്യായത്തിലേക്കാണ് നാം ഇന്ന് വരുവാനായിട്ട് പോകുന്നത്. അവസാനത്തെ അധ്യായം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് 1 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ഈ 50-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദ ബറിയൽ ഓഫ് ജേക്കബ്, ദ ഡെത്ത് ഓഫ് ജോസഫ്. യാക്കോബിൻ്റെ ശവസംസ്കാരവും അതുപോലെ തന്നെ ജോസഫിൻ്റെ മരണവും ആണ് നാം ഈ 50-ാം അധ്യായത്തിൽ കാണുന്നത്. അബ്രഹാം മുഖാന്തരം ദൈവം ആ ജനത്തോട് ഇടപെട്ടു. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. യാക്കോബിലൂടെ ഗോത്രപിതാക്കന്മാരെ ദൈവം നൽകി. ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നാം 48-49 അധ്യായങ്ങളിൽ കാണുവാനിടയായി. ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വന്നിരിക്കുകയാണ്. ജോസഫ് നല്ല ഒരു മാതൃകയുള്ള പുരുഷനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ ചിലരെ മാത്രമേ തെറ്റുകൾ കൂടാതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൊരു വ്യക്തിയാണ് ജോസഫ്. തൻ്റെ തെറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. താൻ കർത്താവിൻ്റെ ഒരു ചിത്രീകരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 50-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ജേക്കബ് ഈസ് ബറീഡ് ഇൻ കനാൻ. യാക്കോബിനെ കനാൻ ദേശത്ത് ശവസംസ്കാരം ചെയ്യുന്നു അല്ലെങ്കിൽ അടക്കുന്നു. ആ സംഭവമാണ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ജോസഫ് കംഫോർട്സ് ഹിസ് ബ്രദേഴ്സ് ഫിയർ. ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ ഭയത്തെ ആശ്വസിപ്പിക്കുകയാണ്. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഭയപ്പാടുണ്ടായി. ഇനി എന്തു സംഭവിക്കും? ജോസഫ് കഴിഞ്ഞ കാല സംഭവങ്ങൾ ഓർത്ത് അവരോട് വിപരീതമായിട്ട് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായപ്പോൾ ജോസഫ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു സഹോദരനായിട്ട്, ഇളയ സഹോദരനാണെങ്കിലും ഒരു മൂത്ത സഹോദരൻ്റെ ജോലിയാണ് ജോസഫ് അവിടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ദ ഡെത്ത് ഓഫ് ജോസഫ്, ജോസഫിൻ്റെ മരണം, അന്തിമ സമയം, അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വലിയവനായ ദൈവം സഹായിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി അല്പമായിട്ട് ചിന്തിക്കാം. കർത്താവ് നമ്മോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ജോസഫിൻ്റെ അന്ത്യസമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നതായ വേലകൾ അത് തീർന്നു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തും. ജോസഫിൻ്റെ ജീവിതത്തിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വലിയ ഒരു കർത്തവ്യം ജോസഫ് ചെയ്തു. തൻ്റെ പിതാവും അല്ലെങ്കിൽ സഹോദരങ്ങളും ഒക്കെ ആ ക്ഷാമം കൊണ്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ളതായ ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ജോസഫിന്
ദൈവം എടുത്ത് ഉപയോഗിച്ചു. ജോസഫിൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായത്. ആ കൈപ്പേറിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് മാധുര്യമുള്ളതാക്കി തീർത്തു. നമ്മുടെ കർത്താവും ആ കാൽവരി ക്രൂശിൽ കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ചു. സ്വർഗത്തിൽ വസിച്ചവൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപം എടുത്തു, ഈ ദുഷ്ടലോകത്തിൽ വന്നു, 33.5 വർഷക്കാലം ജീവിച്ചു. താനും മരണപ്പെട്ടു. ശത്രുക്കളാലുള്ള ആ ശിക്ഷകൾ അതിഭയങ്കരമായിരുന്നു. അതൊക്കെയും അനുഭവിച്ച് നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ അർത്ഥനഗ്നനായി കിടന്ന് തൻ്റെ ജീവനെ കൊടുത്തു. താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്, അവൻ അനുഭവിച്ച ആ കഷ്ടങ്ങളിൽ തികഞ്ഞവനായതുകൊണ്ട് നമുക്ക് ആ കഷ്ടങ്ങൾ മുഖാന്തരം നമുക്കൊരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. ജോസഫിൻ്റെ കഷ്ടങ്ങൾ തൻ്റെ സഹോദരന്മാർക്കൊരു വിടുതലിന് കാരണമായി തീർന്നതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ നമുക്ക് ഒരു വിടുതലിനായി കാരണമായി തീർന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് ജോസഫ്. അവൻ്റെ അന്ത്യസമയത്തെ പറ്റിയുള്ളതായ വിവരണമാണ് 50-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ദിവസം മുതൽ അത് ചിന്തിക്കുവാൻ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.